കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഒരുപാട് വിവാദങ്ങളിലൂടെയൊക്കെ വന്ന ഒരാളാണ്. മാത്രമല്ല RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിധത്തിൽ ചർച്ചയായി. നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ പറയുന്ന പോലെ കലാകാരന്മാരെ വേർതിരിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അവർ പക്ഷേ ആ ശാസ്ത്രീയമായ ചില നൃത്തത്തിലുള്ള ചില വശങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് തന്നെ ആയാലും അത് പറയുന്ന കാര്യത്തിൽ നമ്മളൊരു ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. കാരണം അവിടെ നിറം അല്ലെങ്കിൽ ജാതി ഒക്കെ വരുന്ന സമയത്ത് കുറേ മാറിയ കാലഘട്ടത്തിൽ നമ്മൾ ആ രീതിയിൽ സംസാരിക്കരുത് എന്നുള്ളൊരു ബോധം ഒരു പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഉണ്ടാവണമായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ വിഷയത്തിൽ അവർ നേരിട്ടത്. ഇപ്പോൾ അവർ വീണ്ടും ഒരു അഭിമുഖമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധന്യ അത് വിശദമായി കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് വിശദമായി കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലെ കാര്യങ്ങൾ അറിയില്ല. എന്താണ് ടീച്ചർ പറയുന്നത്? സത്യഭാമ ടീച്ചർ ഈ പറഞ്ഞതുപോലെ കറുപ്പ് കാണുമ്പോൾ എന്തോ പറയുമല്ലോ, മാറി നിൽക്കണം എന്ന് പറയുന്നത് പോലെ കറുപ്പ് ടീച്ചർക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്ന ഒരു നല്ല. കറുത്തവരാരും ഡാൻസ് കളിക്കണ്ട, വെളുത്തവർ കളിച്ചാൽ മതി. പണ്ട് ഈ സ്കൂളിലൊക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ടീച്ചർ ഇത് പറയും മുമ്പേ പല സ്കൂളുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ പാട്ടുകാരി സൈനോരയൊക്കെ അത് പലപ്പോഴും തുറന്നു പറഞ്ഞു. നമ്മൾ ടീച്ചറെ ഇത്തരത്തിൽ നമ്മൾ ക്രൂശിക്കുമ്പോൾ പല സ്കൂളുകളിലും, ഞാനൊക്കെ പഠിച്ച സ്കൂളുകളിലൊക്കെ അത്തരത്തിൽ പല ടീച്ചർമാരും പെരുമാറിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭംഗിയുള്ള കുട്ടികളെ മാത്രം ചില അതിഥികൾ വരുമ്പോൾ വെളുത്ത് കാണാൻ നല്ല സൗന്ദര്യമുള്ള നല്ല വെളുപ്പുള്ള കുട്ടികളെ മാത്രമേ ചില അതിഥികൾ വരുമ്പോൾ സ്വീകരിക്കാനായി പൂവെടുത്ത് നിർത്തും. എൻ്റെയൊക്കെ സ്കൂളിൽ ഞാൻ കണ്ടതാണ് അതൊക്കെ. അപ്പം നമുക്ക് ചിന്തിക്കാൻ അപ്പം ഇതില്ല. പിന്നീടാണത് മനസ്സിലായത് സൗന്ദര്യമാണ് അവിടുത്തെ മെയിൻ പ്രശ്നം. നമുക്ക് ആ പണ്ടേയും ഇപ്പോഴും അതില്ലാത്തതുകൊണ്ട് നമ്മളതിൽ വറിയിടാവേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് സൈനോര പറഞ്ഞു. സൈനോരയ്ക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ നീ കളിക്കണ്ട എന്ന് പറഞ്ഞു മാറ്റി നിർത്തി. അവിടെ നമ്മൾ കണ്ടത് മറ്റൊരു സത്യഭാമ ടീച്ചറെയാണ്. അവരാരും ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടില്ല എന്ന് മാത്രം. കാരണം സൈനോര പേര് പറയാത്തത് കൊണ്ട് ഒരു പക്ഷേ നമ്മളാരും അതിൻ്റെ പുറകെ പോയില്ല. അപ്പോൾ ടീച്ചർ ഇത് ഈ കാലഘട്ടത്തിൽ തുറന്ന് പറഞ്ഞു. ഇതിനു മുൻപും ഇത് അഭിമുഖീകരിച്ച പല കുട്ടികളും, അതിൻ്റെ പേരിൽ ഡ്രോമ അനുഭവിച്ച പല കുട്ടികളും ഇപ്പോഴും ഉണ്ടാകാം. മാറ്റി നിർത്തപ്പെടലുകൾ, സൗന്ദര്യത്തിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തപ്പെടലുകൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒരു ചേച്ചി നല്ല കറുത്തിട്ടാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഭയമാണ്, ഇവളാണെങ്കിലും കല്യാണം കഴിക്കുമോ, ഇവളുടെ ഭാവി എവിടെയാണ്, പഠിച്ച് ഈ കുട്ടി ഒരു നിലയിലെത്തട്ടെ. അതൊന്നുമല്ല, കറുത്തിരിക്കുന്നത് കൊണ്ട് കല്യാണം നടക്കുമോ, ഇതാണ് അവരുടെ ടെൻഷൻ മുഴുവൻ. അങ്ങനെ 19 വയസ്സായപ്പോൾ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചവനും കറുത്ത കളറുള്ള ഒരാളായിരുന്നു. ഈ കറുപ്പിലും വെളുപ്പിലും എന്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു 2 വർഷമായപ്പോൾ അവൾ മരിക്കുകയും ചെയ്തു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അവൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പം എന്തിനാണ് ഈ കറുപ്പ് ഇപ്പോഴും വിവാഹ മാർക്കറ്റിൽ കറുപ്പിന് മാർക്കറ്റില്ല എന്നുള്ളതാണ്. കറുത്ത ആളുകൾക്ക് ഇപ്പോഴും വിവാഹ മാർക്കറ്റിൽ ഇല്ല. ഈ കറുപ്പിനെ അതിലൊരു കാര്യം അങ്ങനെ പറയാൻ പറ്റുമോ? കാര്യം ഒരുപാട് പെണ്ണ് കിട്ടാതെ നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുള്ളൊരു നാടാണ്. ഇപ്പം പെണ്ണായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ എനിക്കറിയാം കേട്ടോ. അതിൽ 1-2 പേരെ അങ്ങനെ കാണുള്ളൂ പെണ്ണായാൽ മതി എന്ന്. ഇപ്പോഴും 50 വയസ്സായവന് പറയുന്നത് എന്താ, കുറച്ച് വെളുത്ത് അത്യാവശ്യം മുടിയൊക്കെ വേണം, കാണാനൊരു ലുക്ക് ലെവലും ഒക്കെ വേണം, പൈസയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതാണ് പലരും പറയുന്നത്. അപ്പം ഇപ്പോഴും ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി ആരെന്തൊക്കെ തിരുത്താന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങൾക്കൊന്നും തിരുത്തലുകൾ ഒരിക്കലും. ഈ കറുപ്പിനോട് ആളുകൾക്ക് ഇപ്പോഴും ഒരു അകൽച്ച ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് പാർത്തനറിയോ? ഇവിടെ ഇറങ്ങുന്ന ക്രീമുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഇവിടുത്തെ കമ്പനികൾ ഇറക്കുന്ന ക്രീമുകളുടെയും ഇപ്പോഴത്തെ പുതിയ പല മുഖത്ത് തേക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു ആഴ്ച കൊണ്ട് വെളുക്കാം, നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിക്കും, നിങ്ങളുടെ മുഖം വെട്ടിത്തിളങ്ങും. ഇതൊക്കെയാണ് പറയുന്നത്. ഇവർ ഈ കറുപ്പിൻ്റെ കറുപ്പിനെ മുതലാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ഈ ക്രീമുകളൊക്കെ വാരി വലിച്ചിറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സത്യഭാമ ടീച്ചർ പറഞ്ഞതിനെ ഭയങ്കരമായി എതിർക്കുന്നവരോടാണ്. ടീച്ചർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറയില്ല. കറുത്ത ആളുകൾക്കും വെളുത്ത ആളുകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട എങ്ങനെ സൗന്ദര്യമല്ല നൃത്തത്തിൻ്റെ ഭയങ്കര സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിവുണ്ടെങ്കിൽ ഏത് മേഖലയിലും തിളങ്ങാം. കഴിവാണ് പ്രധാനം.
പക്ഷേ ടീച്ചർ പറഞ്ഞതിൽ ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം ഇല്ല എന്നുള്ളത് സമൂഹം ആ സത്യത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ധന്യ പറയുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ ടീച്ചറിൻ്റെ പുറകെ നടന്ന് ടീച്ചറിൻ്റെ വായിൽ കോല് കൊണ്ടുവന്ന് കുത്തി ഭയങ്കരമായി, അതിലേതൊരു മാധ്യമപ്രവർത്തകർ എന്തൊക്കെ ഇവിടെ എത്ര നിറം കുറഞ്ഞ മാധ്യമപ്രവർത്തകർ വാർത്ത വായിക്കുന്നുണ്ട്? ഞാനതാണ് ചോദിക്കാൻ വന്നത്. എത്ര നിറം കുറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ വാർത്ത വായിക്കുന്നുണ്ട്? നമ്മളൊരു ചാനലിൽ ഇൻ്റർവ്യൂവിന് പോട്ടെ, നമ്മുടെ പല കഴിവില്ലാത്തവരും, ഒരു തരത്തിലും കഴിവില്ലാത്തവർ ഇവിടെ പല മാധ്യമ മേഖലകളിലും ആങ്കർമാരായി ജോലി ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും കഴിവില്ലാത്തവർ, കഴിവുള്ളവർ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും പുറത്ത് നിൽക്കുന്നവരെ എനിക്കറിയാം. പേര് പോലും മാറ്റി വാല് ചേർത്ത് കൊണ്ടുപോകുന്ന രീതി അടക്കം മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. ഉണ്ട്. നമ്മൾ ചെന്നിട്ട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ ഇന്ന പേരെന്ന്, ആ പേര് ശരിയാവില്ല, ആ പേരിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ചേർക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ എൻ്റെ ധന്യാശേഖരൻ, അതിലപ്പുറം ഒരു പേര് തൽക്കാലം ചേർക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാധ്യമരംഗത്ത് പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ആ പേര് സ്വീകരിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ കിടന്ന് തിളക്കിയെന്നും വേണ്ട. എന്തിനാണ് കിടന്ന് തിളയ്ക്കുന്നത്? എത്ര മാധ്യമ പ്രവർത്തകർ പിന്നെ മുഖത്ത് പുട്ടിയടിക്കാതെ വന്ന് നിന്നിട്ട് വാർത്ത വായിക്കുന്നുണ്ട്? സൗന്ദര്യമല്ല, കഴിവാണ്, വാർത്ത ആളുകൾക്ക് കേട്ടാൽ മതിയെന്നാണ് എങ്കിൽ നിങ്ങൾ എന്തിനാ ഈ വാരി പുട്ടിയടിക്കുന്നത്? എന്തിനാ പുട്ടിയടിച്ചോണ്ടിരിക്കുന്നത്? ശരിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ ഒരു ഭാഗം ശരിയാണ്. അത് ഒരു വിഭാഗത്തെ വലിയ രീതിയിൽ വേദനപ്പെടുത്തി. പറയേണ്ട രീതി അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. ചെയ്യാം, ചെയ്യാം. അതാണ് ടീച്ചർ എന്തോ പറഞ്ഞു എന്ന് കരുതി രാവിലെ കോലും കൊണ്ട് നമ്മളും ആ കോല് പിടിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളതിനെ മോശമാക്കി പറയുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്ര ചോര തിളയ്ക്കുന്ന ഇവർക്ക് ഇവരുടെ മാധ്യമ സ്ഥാപനത്തിൽ ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരെ പിന്നെ പിടിച്ച് ഇതുപോലെ പിന്നെ വാർത്ത വായിക്കാൻ ഇരുത്തിയിട്ടുണ്ട്? നിങ്ങൾ എത്ര പേരെ ഇതുപോലെ പിന്നെ മാധ്യമരംഗത്ത് എടുത്തിട്ടുണ്ട് എന്നുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തില്ലേ? ആ വാർത്ത, ആ പെൺകുട്ടി എന്താണ് സ്വാതന്ത്ര്യത്തോടു കൂടി പൊതുവേദിയിലേക്ക് ഫേസ്ബുക്കിൽ അവരുടെ പോസ്റ്റ് ഇട്ടു, ഞാൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. എത്ര മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തു? അവരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ? ആര് ചർച്ച ചെയ്തു? ഒരു ഈ പറയുന്ന മാധ്യമ പിന്നെ സിംഗങ്ങൾ എന്ന് പറയുന്ന ആളുകളെയും കണ്ടില്ലല്ലോ. അവർക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഒന്നീ സുരേഷ് ഗോപി ആയിരിക്കണം, അല്ലെങ്കിൽ ദിലീപ് ആയിരിക്കണം, അല്ലെങ്കിൽ മോഹൻലാൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇക്ലിപ്പെടുത്തുന്ന കഥകളായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ BJP നരേന്ദ്രമോദിയുടെ വർഗീയത വേണം, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ വല്ല കാക്കയും ചാവണം, വല്ല പറന്നു പോകുന്ന കാക്ക ലൈൻ കമ്പിയിൽ ഇരുന്നിട്ട് ഷോക്കടിച്ച് മരിച്ചാൽ പറയും യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ ക്രൂര മരണം, യോഗി ആദിത്യനാഥ് കാക്കയെ കൊന്നു. ബ്രേക്കിംഗ് അതായിരിക്കും, യോഗി ആദിത്യനാഥ് കാക്കയെ കൊന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ? ആ കാക്കയല്ല, അത് പറന്നു പോണ കാക്ക കമ്പിയിൽ ചെന്നിരുന്ന് ഷോക്കടിച്ച് മരിച്ചതാഹേ എന്ന് പറഞ്ഞ വൈകുന്നേരത്തെ ചർച്ച. UP-യിൽ സംഭവിക്കുന്നത് മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ. പിന്നെ കട്ട ഡയലോഗുകളാണ്. എന്താണ് UP-യിൽ സംഭവിച്ചത്? പറന്നു പോകുന്ന കാക്കയ്ക്ക് പോലും UP-യിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ എന്താണ് BJP ഭരിക്കുന്ന നാട്ടിൽ നടക്കുന്നത്? അത് പറന്നുപോയ കാക്ക പോണ ആ കമ്പിയിലിരുന്നിട്ട് ഷോക്കടിച്ച് മരിച്ചത്. അതിന് യോഗി എന്ത് പഠിച്ചു? യോഗി ശ്രദ്ധിക്കണമായിരുന്നു കാക്ക പറന്നപ്പോൾ. യോഗി നോക്കിയിരിക്കണമായിരുന്നു കാക്ക ഷോക്കടിക്കുന്ന കമ്പിയിലാണോ ഇരിക്കുന്നത് എന്നുള്ളത്. അത് യോഗിയുടെ തെറ്റാണ്. കാക്ക പോണത് യോഗി നോക്കണം, അല്ലെങ്കിൽ യോഗിയുടെ തെറ്റാണത്. അതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ സ്വന്തം വർഗത്തിലുള്ള ഒരാളെ മാധ്യമ സ്ഥാപനത്തിൽ ഏവൻ കയറി പിടിച്ചാലും, മാധ്യമ സ്ഥാപനത്തിലുള്ള ഏവൻ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാലും, രാത്രി അടിച്ച് ബൂസായി അശ്ലീലമായ മെസ്സേജ് അയച്ചാലും, കൂടെ കിടക്കാൻ വരുമോ എന്ന് പച്ചയ്ക്ക് ചോദിച്ചാലും ഇവിടത്തെ ഈ സിംഗങ്ങൾ എന്ന് പറയുന്നവർ ഒരു വാക്ക് പോലും മിണ്ടില്ല. അവിടെയാണ് ടീച്ചർ വ്യത്യസ്തത് പറയേണ്ടത്. മാധ്യമങ്ങളുടെ മുന്നിലാണെങ്കിലും എനിക്ക് നീയൊന്നുമല്ല ചെലവിന് തരുന്നത്, ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്, എന്നെക്കുറിച്ച് മോശമായിട്ട് ഇന്ന് വരെ ആർക്കും ഒരു കാര്യം പറയാൻ ഞാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എനിക്ക് പറയേണ്ടത് ഞാൻ പറയുക തരച്ച്. ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. അവർക്ക് ചോദ്യം ചോദിക്കാമെങ്കിൽ ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. മാധ്യമങ്ങളെ കണ്ട് പേടിച്ച് നിക്കറി മുള്ളുന്ന ആളുകൾ ഉണ്ടാകും, ഞാൻ ആ കൂട്ടത്തിലല്ല. ടീച്ചർ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഏത്?
കറുപ്പിനെ കുറിച്ച് പറഞ്ഞതിനോട്. പക്ഷേ അല്ലാതെ തന്നെ അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ഭരതനാട്യം ഉൾപ്പെടെ എല്ലാ ഡാൻസ് കോമ്പറ്റീഷനുകളിലും ഇവർ മാർക്ക് ഇടുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസിൽ സൗന്ദര്യം എന്ന് പറയുന്നതിന് വലിയ മുൻതൂക്കമുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മുടെ പിന്നെ ഈ പറയുന്ന നൃത്തത്തിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ സൗന്ദര്യത്തിൻ്റെ അളവ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ നോക്കണം, മേനി അഴക്, കണ്ണിൻ്റെ അഴക്, മുഖത്തിൻ്റെ അഴകൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം ഇവിടുന്ന്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന സിനിമാ നടിമാർ സിനിമയിൽ ഒരു നായികയെ തിരഞ്ഞെടുക്കണമെങ്കിൽ നല്ല വെളുത്ത് തുടുത്ത് സുന്ദരിയായിരിക്കണം. ഇതങ്ങനെ ആരെങ്കിലും തിരുത്താൻ പോയോ? ഇല്ല. അവരുടെ അനിയത്തി പോലും അതിഗംഭീര ഗ്ലാമറുള്ള ഒരാളായിരിക്കണം. ഈ നമ്മുടെ സർക്കാരിൻ്റെ പരിപാടികളിൽ പൂവും കൊണ്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എത്ര കറുത്ത ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന പുതിയ ഗവൺമെൻറ് ആണല്ലോ ഭരിക്കുന്നത്. ഈ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് പോലും എത്ര ആളുകളെ കണ്ടിട്ടുണ്ട്. എല്ലാവരും നല്ല വെളുത്ത് തുടുത്ത് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള സൗന്ദര്യം, ഒരു എന്താണ് യഥാർത്ഥ സൗന്ദര്യമല്ല, അല്ലാത്ത ഒരു കൃത്രിമമായ സൗന്ദര്യം സൃഷ്ടിച്ചെടുത്ത് എങ്കിലും കൊണ്ടുവെക്കുന്ന രീതിയാണുള്ളത്. അപ്പം നമ്മൾ കാണുന്നത് കൃത്യമായി സൗന്ദര്യമായിരിക്കണമെന്ന് പറയുകയും മറുഭാഗത്ത് അയ്യോ ഞങ്ങളിങ്ങനെ പറയുന്നില്ലേ, നിറത്തിന് യാതൊരു പ്രാധാന്യമില്ലേ എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരാളെ നിറത്തിൻ്റെ പേരിൽ അപമാനിക്കുന്നതിനോട് നമുക്കൊട്ട് യോജിപ്പില്ല.